ഡോക്ടർ എൻ ജയരാജ് അങ്ങേക്ക് 6 മിനിറ്റ് സംസാരിക്കാവുന്നതാണ്. സാർ, ഞാൻ ഈ സംസ്ഥാന 2026-27 ധനാഭ്യർത്ഥനകളിലേക്കും ബഡ്ജറ്റിലെ നിർദ്ദേശങ്ങളെയും പരിപൂർണമായി പിന്താങ്ങുകയാണ്. സാർ, അങ്ങയുടെ പ്രസംഗം ആരംഭിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസ്താവനയോടുകൂടിയാണ്. പ്രതിപക്ഷത്തിന് പറയാനുള്ള കാര്യങ്ങൾ ക്ഷമയോടെ കേട്ടിരിക്കാനും ഞങ്ങൾ സന്നദ്ധരാണ്. അങ്ങനെ ഒരു ചർച്ച ഈ സഭയിൽ നടന്നാൽ അത് നമ്മുടെ ജനാധിപത്യത്തിൽ നല്ല മാതൃകയായിരിക്കും. പക്ഷേ അങ്ങയുടെ ആ സ്വപ്നം മാത്രം വിഫലമായി പോയത് എനിക്ക് ഒരുപാട് സങ്കടമുണ്ട്. കാരണം സംസ്ഥാനത്തിൻ്റെ ഒരു വർഷത്തെ ധനവിനിയോഗവുമായി ബന്ധപ്പെട്ട ഏറ്റവും സുപ്രധാനമായ ചർച്ചകളിൽ ഒരു രാഷ്ട്രീയ സംവാദത്തിനപ്പുറത്തേക്ക് സർഗാത്മകമായ ഒരുപാട് ചർച്ചകൾ നടക്കേണ്ട വേദിയിൽ ഇവിടെ പറഞ്ഞ നല്ല കാര്യങ്ങൾ കേൾക്കുവാൻ, അത് ഉൾക്കൊള്ളുവാൻ ഉള്ള മനസ്സില്ലാത്തത് കൊണ്ടാണ് പ്രതിപക്ഷം അകാരണമായി സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം അവർക്ക് ഇതിനെ എതിർക്കാനൊന്നുമില്ല. ഇത് വായിച്ചു നോക്കുമ്പോൾ എവിടെയാണ് എതിർക്കാൻ കഴിയുന്നത്? മഹാഭാരതത്തെക്കുറിച്ചൊരു വാക്കുണ്ട്, മഹാഭാരതത്തിൽ ഇല്ലാത്തൊന്നും ലോകത്ത് മറ്റൊരിടത്തും ഇല്ല. പുറത്തുള്ളതെല്ലാം മഹാഭാരതത്തിലുണ്ടെന്ന് പറയാറുണ്ട്. യഥാർത്ഥത്തിൽ സർവ്വതല സ്പർശിയായ ഒരു ബഡ്ജറ്റാണെന്ന് പറയാതിരിക്കാൻ കഴിയുക. അതിലെന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, ഒരുപാട് വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് അങ്ങ് സൂചിപ്പിക്കുമ്പോഴും കേരളത്തിൻ്റെ പൈതൃകങ്ങളെ സംരക്ഷിക്കാൻ, പ്രത്യേകിച്ച് ഞങ്ങളുടെയൊക്കെ നാട്ടിലെ പടയണി ഉൾപ്പെടെയുള്ള പൈതൃകങ്ങളെ സംരക്ഷിക്കാൻ എവിടെയൊക്കെയാണ് ഒരു ധനകാര്യമന്ത്രി എന്ന നിലയിൽ തൻ്റെ ശ്രദ്ധയും തൻ്റെ കണ്ണും മനസ്സും എത്തേണ്ടത്, അവിടെയെല്ലാം എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ ബഡ്ജറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒരുപക്ഷെ വ്യക്തിപരമായി എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയാം. ധനകാര്യ മന്ത്രിമാർ, എൻ്റെ വിഷയം തന്നെ ഞാൻ സംസ്ഥാന ബഡ്ജറ്റുകളെക്കുറിച്ച് നടത്തിയ ഒരു ഗവേഷണ പഠനത്തിലാണ് എനിക്ക് കേരള സർവകലാശാല ഡോക്ടറേറ്റ് നൽകിയത്. ഞാൻ അതുകൊണ്ട് തന്നെ ബഡ്ജറ്റുകളെക്കുറിച്ച് ദീർഘമായി ഞാൻ പഠിക്കാനുള്ളൊരു സന്ദർഭമുണ്ടായി. പക്ഷേ ധനമാനേജ്മെൻറ്റുകളിൽ അങ്ങെടുക്കുന്ന ഒരു നിലപാട് പലപ്പോഴും വളരെ പ്രാഗ്മാറ്റിക്കായിട്ടുള്ള ഒരു പ്രായോഗികമായൊരു സമീപനം ഇക്കാര്യത്തിൽ എപ്പോഴും വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നമുക്ക് കടമുണ്ട്, ബാധ്യതയുണ്ട് എന്ന് കാരണം തുറന്നു പറയാൻ കാണിക്കുന്ന ഒരു മനസ്സ്. എന്നാൽ അതുകൊണ്ട് ഏതെങ്കിലും വികസന പ്രവർത്തനം, ഇവിടെ ഇരിക്കുന്ന 140 MLA-മാരിൽ ആരുടെയെങ്കിലും നിയോജകമണ്ഡലത്തിൽ ഏതെങ്കിലും വികസന പ്രവർത്തനം പണമില്ല എന്നുള്ളൊരു കാരണം കൊണ്ട് ഒരുപക്ഷെ അല്പം മുമ്പോട്ട് മാറ്റി വെക്കുമായിരിക്കും. പക്ഷെ പണമില്ല എന്നൊരു കാരണം പറഞ്ഞുകൊണ്ട് ഇതുവരെ മാറ്റി വെച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഏത് വിഷയത്തെ അതിൻ്റെ സമഗ്രതയിൽ കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു നല്ല മാനേജ്മെൻറ്റ്. കാരണം സംസ്ഥാനത്തിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കാൻ, ബഡ്ജറ്റിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാൻ എനിക്ക് സമയമില്ലാത്തത് കൊണ്ടാണ്. ബഡ്ജറ്റിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, ധനമാനേജ്മെൻറ്റിലെ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് വരുമാനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള നിലപാടുകൾ എടുത്തു എന്നുള്ളതാണ്. ഇവിടെ തന്നെ നമുക്കറിയാം, കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ റവന്യൂ വരവ് 1,82,972 കോടി രൂപയായിരുന്നു. ചെലവ് 2,17,559 കോടി രൂപയായി. ഈ ബഡ്ജറ്റിൽ 34,587 കോടി രൂപയുടെ റവന്യൂ കമ്മിയാണ് നമ്മൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം 36,889 കോടി രൂപയായിരുന്നു. ഇപ്പോൾ റവന്യൂ കമ്പി കുറച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളത് സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് 2,300 കോടി രൂപയോളം കുറയ്ക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ധനകാര്യ മാനേജ്മെൻറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൂചകമായിട്ട് തന്നെ എടുത്ത് പറയാൻ കഴിയും. നികുതി വരുമാനത്തിൻ്റെ കാര്യത്തിൽ എടുക്കുമ്പോഴേ ഇതേ മാറ്റം തന്നെ ഉണ്ടായിട്ടുണ്ട്. കാരണം കഴിഞ്ഞ 5 വർഷക്കാലത്ത് നമുക്കറിയാം ഏതാണ്ട് 1,27,747 കോടി രൂപ അധിക വരുമാനം ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുള്ളത് പ്രധാനപ്പെട്ട കാര്യം. അത് തനത് നികുതിയേതര വരുമാനത്തിൽ ഏതാണ്ട് 24,898 കോടി രൂപയായിട്ടത് വർദ്ധിച്ചു. അപ്പോൾ തനത് വരുമാനത്തിലും നികുതി ഇതര വരുമാനത്തിലും ഉണ്ടാക്കിയ വർധനവ് ഏകദേശം 1,57,645 കോടി രൂപ അധികമായി പിരിച്ചെടുക്കാൻ കഴിയും. ഒരു ധനകാര്യ മാനേജ്മെൻറ്റിനെ വിലയിരുത്തുന്നതിലെ വളരെ പ്രധാനപ്പെട്ട ഘടകം വരുമാനം വർദ്ധിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട ധനക്കമ്മി കുറയ്ക്കാനായിട്ടുള്ള എടുത്ത നിലപാടുകൾ ഈ 2 മേഖലയിലും. അതോടൊപ്പം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കേന്ദ്ര ഗവൺമെൻറ് ഇന്നലത്തെ ബഡ്ജറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, അത് ഒരുപക്ഷേ ഈ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു ആമമുട്ടയുടെ ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. കേരള സംസ്ഥാനത്തിന് ഇത്രയും സാക്ഷരതയുള്ള, ഇത്രയും വികസിതമായൊരു സംസ്ഥാനത്തിന് കിട്ടിയത് ആമമുട്ടയാണ്. ആമമുട്ടയുടെ ഒരു പദ്ധതി മാത്രമാണ് നമുക്ക് കിട്ടിയത്. പക്ഷേ നമുക്കങ്ങനെ മുൻപോട്ട് പോകാതിരിക്കാൻ കഴിയില്ല. കേരളം എക്കാലത്തും എടുത്തിട്ടുള്ള ഒരു നിലപാട് ഇവിടുത്തെ സാധാരണക്കാരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും തമസ്കരിക്കപ്പെട്ടവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു രാഷ്ട്രീയവും നയപരമായ സമീപനമാണ്. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ പുറകോട്ട് പോകാൻ ക്ഷേമ പെൻഷൻ ഉയർത്തിക്കൊണ്ട്
ഈ കേന്ദ്രത്തിൻ്റെ ഇത്തരം നിലപാടുകൾക്കെതിരെ കിട്ടാനുള്ള എല്ലാ മേഖലകളെയും വെട്ടിക്കുറച്ചുകൊണ്ടുള്ള ഒരു സമീപനം. അതിലേറ്റവും ശ്രദ്ധാർഹമായ കാര്യം തദ്ദേശഭരണ സ്ഥാപനങ്ങളെ ജനകീയ വികേന്ദ്രീകരണ ജനകീയ പ്രക്രിയ ഏറ്റവും ശക്തമായി തന്നെ മുൻപോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള ശ്രമങ്ങൾ ഞാൻ അഭിനന്ദിക്കുന്ന ഒരു കാര്യം, കടപ്പത്രം പുറപ്പെടുവിച്ചുകൊണ്ട് സംസ്ഥാനത്തെ തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്ക് അവരുടെ വരുമാനത്തിനകത്ത് വർധനമുണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടത്തി എന്നുള്ളതാണ്. സാർ, ഞാൻ സൂചിപ്പിച്ചത് ഇത്തരം കാര്യങ്ങളിലൊക്കെ എടുത്തൊരു സമീപനം, സമയക്കുറവ് കൊണ്ട് മറ്റു കാര്യങ്ങളിലേക്കൊന്നും കിടക്കുന്നത് മികച്ചൊരു ധനകാര്യ മാനേജ്മെൻറ്റിൻ്റെ കാലഘട്ടമായിരുന്നു അങ്ങയുടെ കാലഘട്ടമെന്ന് തീർച്ചയായിട്ടും ഈ ഗവൺമെൻറ്റും ധനകാര്യമന്ത്രിക്ക് അഭിമാനിക്കാൻ കഴിയുമെന്നുള്ള കാര്യം സംശയം. മറ്റുള്ളതൊക്കെ ഒരുതരം ഗിമ്മിക്സുകളാണ്. അതിനപ്പുറത്തേക്ക് ഇത്രയും വികസന പ്രവർത്തനങ്ങളുണ്ടായൊരു കാലഘട്ടം. എൻ്റെയൊക്കെ മണ്ഡലത്തിൽ ഏത് റോഡിലൂടെ പോകുമ്പോൾ ഞാൻ തമാശയ്ക്ക് പറയാറുണ്ട്, അവിടെ ഈ കപ്പ് ചായ കയ്യിലെടുത്തുകൊണ്ട് കാറെ യാത്ര ചെയ്താൽ കപ്പ് തുളുമ്പുകയില്ലെന്ന് ഉറപ്പാണ്. കാരണം അത്രമാത്രം മികച്ച റോഡുകളാണ് സത്യത്തിൽ നമ്മുടെയൊക്കെ BM&BC ലെവലിലുണ്ടായ റോഡുകൾ. അപൂർവമായ 1-2 റോഡുകൾ ഒഴിച്ചാൽ ഒരു പഞ്ചായത്തിലെ മുഴുവൻ റോഡ് എൻ്റെ നിയോജകമണ്ഡലത്തിലെ BM&BC നിലവാരത്തിലേക്ക് വർദ്ധിപ്പിക്കാൻ കഴിയും. ഞാൻ സൂചിപ്പിച്ചല്ല സംസ്ഥാന ഗവൺമെൻറ് കാണിച്ച വലിയ പിന്തുണയുടെ ഭാഗമാണ് എടുത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ്. സാർ, ഒരു കാര്യം കൂടിയുള്ളത്, വളരെ കാലങ്ങളായിട്ട് ബഡ്ജറ്റ് വരുന്നതാണ് തുറവൂർ പമ്പ. അങ്ങയുടെ സദ്യ തുറവൂർ പമ്പ ഹൈവേ ശബരിമല തീർത്ഥാടകർക്ക് ഏറ്റവും പ്രയോജനപ്രദമാകുന്ന തുറവൂരിൽ ആരംഭിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പാതയുടെ നിർദ്ദേശം നേരത്തെ ഉണ്ടായതാണ്. അത് പരിഗണിക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ശബരിമലയിൽ നിന്ന് പമ്പയിലേക്ക്, തുറവൂരിൽ നിന്ന് ഹൈവേയിൽ നിന്ന് പമ്പയിലേക്കുള്ള ഏറ്റവും ദൂരം കുറഞ്ഞൊരു വഴിയാണത്. BM&BC റോഡുകളാണ് കൂടുതലും. ഒരു കണക്ടിവിറ്റി രൂപപ്പെടുത്തിയാൽ മാത്രം മതി. ഗവൺമെൻറ് അധികം സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു നല്ല പദ്ധതി എന്ന രീതിയിൽ ഈ കാര്യം അങ്ങ് പ്രഖ്യാപിക്കണമെന്ന് വളരെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. ഞാൻ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. റോബോട്ട് ഫോസ്റ്റിൻ്റെ മനോഹരമായ ഒരു കവിതയിൽ അദ്ദേഹം പറയുന്ന വളരെ മനോഹരമായൊരു കവിതയുണ്ട്. ഐ ഹാവ് പ്രോമിസ്ഡ് ടു കീപ് ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്ന കവിതയിൽ ഇനി ഒരുപാട് കാലം മുൻപോട്ട് പോകാനുണ്ട്, ഒരുപാട് വാഗ്ദാനങ്ങൾ പാലിക്കുവാനുണ്ട്. ഇന്നലകളിൽ പറഞ്ഞ വാഗ്ദാനങ്ങൾ പാലിക്കുകയും അക്ഷരാർത്ഥത്തെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്തൊരു ഗവൺമെൻറ്റാണ് ഇടതുപക്ഷ ഗവൺമെൻറ്. പക്ഷേ ഇത് അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. ഈ യാത്ര ഇനി തുടരേണ്ടതുണ്ട്. ആ യാത്ര കൂടുതൽ സഫലമായ യാത്രകളായി ഇന്നലകളെപ്പോലെ തന്നെ മുൻപോട്ട് പോകാൻ ഇടയാകട്ടെ എന്നുള്ള ആശംസയോടെ ഒരിക്കൽ കൂടി ഗവൺമെൻറ്റിൻ്റെയും ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിയുടെയും നിർദ്ദേശങ്ങളെ പിന്തുണച്ചുകൊണ്ട് എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.